ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ നെടുങ്ങോലത്ത് പോവുകയാണേ. നെടുങ്ങോലം ചന്ദനമൂട് ദേവി ക്ഷേത്രത്തിൽ ഇന്ന് ഉത്സവമായിരുന്നു. ഞങ്ങളൊരു 6:15 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് തന്നെ മുല്ലപ്പൂവൊക്കെ വാങ്ങിയിട്ടാണ് പോയത്. ഞങ്ങൾ മീനാട് വഴിയാണ് പോയത്. അവിടെയും ഇന്ന് ഉത്സവമായിരുന്നു. അമ്പലത്തിൽ കുതിരയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പോകുന്ന സമയത്ത് തിരക്കൊന്നും ആയിട്ടില്ലായിരുന്നു. വയലിൽ നിന്നും കുതിര റോഡിലോട്ട് കയറിയിട്ടില്ലായിരുന്നു. കുറേ ആളുകളൊക്കെ വയലിലോട്ട് പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് അമ്പലമൊക്കെ കണ്ട് ആ ചുറ്റും ലൈറ്റും വെട്ടവും ഒക്കെ ഒന്ന് കണ്ട് പിന്നെ ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു. കുറച്ചൊക്കെ മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളായിരുന്നു. എല്ലാവരും കുതിരയുടെ അടുത്തോട്ട് പോണ തിരക്കിലോട്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് നേരെ തന്നെ ഞങ്ങളുടെ നാടായ നെടുങ്ങോലത്തോട്ടാണ് പോയത്. നെടുങ്ങോലം പുന്നമുക്കിലെ ചന്ദനമൂട് ദേവീക്ഷേത്രത്തിലാണ് ഉത്സവം. ഇതാണ് ഞങ്ങളുടെ ജംഗ്ഷൻ പുന്നമുക്ക്. അവിടെ കുറേ ലൈറ്റും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് ഉറിയടിയും ഉണ്ടായിരുന്നു. അത് എഴുന്നള്ളത്ത് വരുന്ന സമയത്താണ് ഉറിയടി നടക്കുന്നത്. ഞങ്ങൾ വീട്ടിലെത്തി. അമ്മ രാവിലത്തെ പൊങ്കാലയുടെ പ്രസാദമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മക്കൾ രണ്ടുപേരും കൂടെ അതൊക്കെ കഴിച്ചു. ഞാൻ നേരെ അടുക്കളയിലാണ് പോയത്. അവിടെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ. നേരെ തന്നെ രണ്ടെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഉപ്പും പുളി എരിവും ഒക്കെ പാകത്തിന് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിലോട്ട് പോകുന്ന വഴിക്ക് ഒരു അപ്പൂപ്പൻ തടിയെ കണ്ട് ജസ്റ്റ് അതൊന്ന് തട്ടിയപ്പോൾ വീഡിയോ എടുത്തതാണ്. ഇതാണ് ഞങ്ങളുടെ അമ്പലത്തിലോട്ട് പോണ വഴി. ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരുപാട് പോയിട്ടുള്ള വഴിയാണ്. ഒട്ടുമിക്ക ദിവസങ്ങളിലും പോകുന്ന ഒരു അമ്പലമായിരുന്നു. അന്ന് അമ്പലത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് പായസമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ വാങ്ങിക്കാനായിട്ട് കുഞ്ഞിലേ പോകുമായിരുന്നു. അന്നൊരു ടീമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പോകാനും വരാനുമായിട്ടൊക്കെ. പിന്നെ അമ്പലത്തിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിച്ചു, വഴിപാടൊക്കെ കൊടുത്തു. കുറച്ച് നേരം അമ്പലവും ചുറ്റുമൊക്കെ ഒന്ന് കണ്ടു. ഒരുപാട് നാളായി ഇപ്പോൾ വന്നിട്ട്. നൈനുവിൻ്റെ ചോറൂണിനാണ് ലാസ്റ്റായിട്ട് അമ്പലത്തിൽ വന്നത്. ഏകദേശം 6 മാസമായി. പിന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ അമ്പലത്തിലെ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. കൈകൊട്ടിക്കളിയായിരുന്നു. അത് കാണാമെന്ന് വെച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്ക് പോലീസിൻ്റെ വണ്ടിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കണ്ട് പോകുന്ന വഴിക്ക് തന്നെ കുറച്ച് കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചേ ഉള്ളായിരുന്നു. ചെറിയ അമ്പലമായതുകൊണ്ടായിരിക്കും കുറച്ച് കച്ചവടങ്ങളേ ഉള്ളായിരുന്നു. പിന്നെ കുഞ്ഞു മക്കളുടെ കൈകൊട്ടിക്കളിയായിരുന്നു. ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ്സ് ഒക്കെ ആയിരുന്നു. ഈ സീൻ കണ്ടിട്ട് ഏത് പാട്ടാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കാര്യം ഈ കാവടിയൊക്കെ വെച്ചിരിക്കുമ്പോൾ ചിലർക്ക് മനസ്സിലാവും. പിന്നെ നേരെ വീട്ടിൽ വന്ന് നൈനുവിന് വിളക്കെടുക്കാനുള്ള താലമൊക്കെ റെഡിയാക്കുമായിരുന്നു. പച്ചരിയും പൂവും ഒക്കെ ഇട്ട് കാർത്തിക വിളക്കൊക്കെ സെറ്റാക്കിക്കൊണ്ടാണ് ഞങ്ങൾ പോണത്. അതിൻ്റെ ഇടയ്ക്ക് അനിയൻ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവനുമായിട്ടും കുറച്ചു നേരമൊക്കെ കണ്ട് സംസാരിച്ചിട്ടാണ് ഞങ്ങൾ ജംഗ്ഷനിലോട്ട് പോയത്. പുന്നമുക്ക് ജംഗ്ഷനിൽ നിന്നാണ് താലപ്പൊലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ അവിടെ പോയി കുറച്ച് നേരം നിൽക്കണം. അവിടെ നിന്നാണ് താലമായിട്ട് നമ്മൾ അമ്പലത്തിലോട്ട് പോണത്. ലൈറ്റും വെട്ടമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരം നൈനും അനങ്ങാതെയൊക്കെ ഇരുന്നു. ഇത് ജംഗ്ഷനാണ് പുന്നമുക്ക്. അവിടെയും ചെറിയൊരു ആത്രയൊക്കെ ഉണ്ട്. അവിടെയും കൃഷ്ണ വിഗ്രഹമൊക്കെ വെച്ച് വിളക്ക് കത്തിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് വിളക്കുകളുണ്ടായിരുന്നു. അതൊക്കെ എഴുന്നള്ളത്ത് വരാറായതുകൊണ്ട് തന്നെ എല്ലാവരും വിളക്കൊക്കെ കത്തിച്ച് എല്ലാം ഒന്ന് റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. ഉറി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. കുറേ നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുന്നു. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. കാര്യം അത് MLA മുക്ക് പാസ് ചെയ്തിട്ടേ ഉള്ളായിരുന്നു. അത് വന്നതിന് ശേഷമേ ഉറിയടി സ്റ്റാർട്ട് ചെയ്യൂ. ഉറിയടി സ്റ്റാർട്ട് ചെയ്ത് അതും കഴിഞ്ഞിട്ട് നമ്മുടെ താലപ്പൊലിയും വിളക്കും അമ്പലത്തിലോട്ട് പോകത്തുള്ളായിരുന്നു. അങ്ങനെ കുറേ നേരം നിന്ന് അതിന് കുറച്ച് നേരമൊക്കെ നിർബന്ധമായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ മാറിയും തിരിഞ്ഞും ഒക്കെ എടുത്ത് സമയം പോയത് അറിഞ്ഞില്ല. ലാസ്റ്റ് എൻ്റെ മോന് കാല് കഴിച്ച് അവൻ കുറേ അമ്മമാരുടെ ഇടയിൽ കുറച്ച് സ്ഥലമൊക്കെ ഒപ്പിച്ച് അവൻ നന്നായിട്ട് അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ എഴുന്നള്ളത്ത് വന്നിട്ടുണ്ടായിരുന്നു. ദേവിയായിട്ടൊരു കുട്ടി നന്നായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് താലപ്പൊലി ഉള്ളായിരുന്നു. ഒരു 10-നകത്ത്, ഏകദേശം ഒരു 10. അതിൽ ഏറ്റവും ചെറിയ കുട്ടി നൈനുമായിരുന്നു. ഞാനായിരുന്നു നൈനുവിനെ താലപ്പൊലി എടുത്തിരുന്നത്. പിന്നെ ഞാനും അമ്മയും അമ്മുവും എല്ലാവരും കൂടെ മാറിയും തിരിഞ്ഞൊക്കെയാണ് നൈനുവിനെ എടുത്തത്. കാര്യം നൈന് അത്യാവശ്യം നിർബന്ധമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആനയുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു ഇതാണ് ആന. ആനയെ പേടിയുള്ളവരാരെങ്കിലും ഉണ്ടോ? ആനയെ ഇഷ്ടമുള്ളവരും ഉണ്ടല്ലേ. അപ്പം ഞാൻ പിന്നെ മുഴുവനായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പം എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.